രാഹുലേട്ട, കഴിഞ്ഞ ദിവസം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമ CJ റോയിയുടെ മരണം വളരെയധികം അപ്രതീക്ഷിതമായിരുന്നു. നമ്മൾ ഉൾപ്പെടെ പലർക്കും അത് ഞെട്ടലുണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ വരുന്ന വാർത്തകളിൽ നിന്നും അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് പിന്നിലെ ദുരൂഹത എന്താണ് എന്നുള്ളൊരു സംശയം നിഴലിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ ഒരു റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കയ്യിൽ തോക്കുപോലികൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലും കരുതാൻ സാധിക്കാത്തയിടത്ത് എങ്ങനെയാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്നുള്ള ചോദ്യങ്ങൾ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ പക്ഷെ പുറത്തു വരുന്ന വാർത്തകളിൽ ഇതിന്റെ കുറച്ച് ചുരുളുകൾ അഴിയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചിട്ടുണ്ടായത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുടുംബം പത്രസമ്മേളനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് കിട്ടി എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കുടുംബം പത്രസമ്മേളനം മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം മരണത്തെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2-3 മാസമായിട്ട് പെട്ടിക്കുള്ളിൽ തോക്കുമായിട്ടും പിസ്റ്റലുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പെട്ടിക്കുള്ളിൽ ഈ സാധനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴായി മരണത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള വാർത്തകളും. അതെ, കാരണം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർവ്യൂകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം മരണത്തെ പറ്റി പരാമർശിച്ചു പോകുന്ന പല വാക്കുകളും നമുക്ക് കാണാം. അത് നോർമലായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ അദ്ദേഹം നല്ലൊരു മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ് പൊക്കോണ്ടിരുന്നത് എന്ന് ആരും അറിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പണത്തിന് മീതെ പരുന്തും പറക്കത്തില്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ പറയുമെങ്കിലും മനസമാധാനം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. മനസമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ അദ്ദേഹം അത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വീണ്ടും അന്വേഷണം നടക്കുന്നുണ്ട്. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെയും IT സെല്ലിനെയും എല്ലാം അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 3-4 മാസക്കാലമായിട്ട് ഇത്തരത്തിലുള്ള IT സെല്ലാണെങ്കിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇദ്ദേഹത്തെ വളരെ മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ പലപ്പോഴും എങ്ങനെ പണം ലാഭിക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉള്ളത്. നമ്മൾ ടാക്സ് വെട്ടിപ്പ് അല്ലെങ്കിൽ കള്ളപ്പണം എന്നെല്ലാം നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അതിൽ തന്നെ ടാക്സ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ ഇപ്പോൾ ഈ ട്രേഡിങ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വീണ്ടും ടാക്സ് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം ഇന്നലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നതും ഇന്നും ഇടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് റിയാക്ഷനാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പണത്തിൻ്റെ വലിയൊരു പങ്കും ടാക്സ് ആയിട്ട് പോകുന്നൊരു സാഹചര്യം. 100 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ 20 രൂപയും 30 രൂപയും 50 രൂപയും സർക്കാരിന് കൊടുക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. അവിടെയാണ് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ എങ്ങനെ ഈ പണം ലാഭിക്കാം, ടാക്സ് വെട്ടിച്ച് എങ്ങനെ പൈസ കണ്ടെത്താം എന്നുള്ള പല വഴികളും കണ്ടുപിടിച്ചു പോകുന്നത്. ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലെ എല്ലാ ആളുകളും, ലോകത്ത് തന്നെ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും നോക്കി പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിയമത്തിലുള്ള ചില നൂലാമാലകളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് ടാക്സ് ഇല്ലാതെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പണം വെട്ടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം എന്താണെന്ന്. ഒരു സാധാരണപ്പെട്ട ഒരാൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദമല്ല. ഇപ്പോൾ വഴിയോരങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അധികം ടെൻഷൻ ഒന്നുമില്ല, പക്ഷെ സമാധാനമുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ പണമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സമാധാനങ്ങൾ ഉണ്ടാകുന്നത്. അവരാണ് ഈ ആത്മഹത്യ പോലെയുള്ള തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് അല്ല. ഓരോ പൊസിഷൻ കഴിയുമ്പോഴും അവരുടെ ചിന്താ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ സമ്മർദ്ദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വലിയ വലിയ കോടീശ്വരന്മാരാകുന്നത്? എല്ലാ ആളുകളും കോടീശ്വരന്മാരാകുന്നില്ല, ചിലർ മാത്രം എന്തുകൊണ്ട് കോടീശ്വരന്മാരാകുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ, പ്രഷറിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടാണ് അവർ കാശുണ്ടാക്കുന്നതും അവർക്ക് അത്തരത്തിലൊരു ലെവലിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ഏതോ ലെവലിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത അവസാനിച്ചു. ഒരു മോശം സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, ഇവിടെ ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. മരണം അറിഞ്ഞതിന് ശേഷവും വീണ്ടും റെയ്ഡ് തുടർന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഒരു കാരണമുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന വ്യക്തിയെ CJ റോയിയെ കൊടുക്കാനുള്ള തക്കതായ എന്തൊക്കെയോ ഒന്ന് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ റെയ്ഡ് തുടർന്നു പോയത് എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തൊക്കെയോ ഭയക്കുന്നുണ്ട്, തന്നിൽ നിന്നും പുറത്തു വരാൻ പാടില്ലാത്തതെന്തോ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതിന്റെ സ്ഥിരീകരണം എന്താണെന്ന് നമുക്കറിയില്ല.
അതുകൊണ്ട് തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പുറമേ നല്ല രീതിയിൽ ഇദ്ദേഹത്തെ നമുക്കറിയാം വലിയ സഹായങ്ങളൊക്കെ ചെയ്യുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ജനങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഇമേജ് ഇല്ലാത്ത ഒരു സമ്പന്നൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മരണം വന്നെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും നമ്മൾ പോലും ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് പിന്നിൽ പലർക്കുമുള്ള സംശയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഴിമതി ചെയ്ത് അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തുണ്ടായ ഒരു പേരാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പെണ്ണു വിഷയം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് പറയുന്ന ആളുകളുണ്ട്, കള്ളപ്പണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം സിനിമ പിടിച്ചതുപോലും G7 രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കമ്പനി വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് സിനിമാ താരങ്ങളെ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വലിയ പരിപാടികൾ നമ്മൾ കണ്ടു. ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിലുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ ഇത് മാനസിക സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഇത് മാനസിക സമ്മർദ്ദം കൊടുത്തതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടതായിരുന്നു. ഇത് ഒരാളല്ല ആത്മഹത്യ ചെയ്യുന്നത്, പല ആളുകളും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് മാനസിക സമ്മർദ്ദം റെയ്ഡ് ചെയ്യുന്ന ആളുകൾ കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ കേന്ദ്രം അറിയാതെ ഇത്തരത്തിലുള്ള റെയ്ഡുകളൊന്നും വരില്ല. ഇത്രയും വലിയൊരു ബിസിനസ്മാന്റെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തണമെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഒരാളോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ BJP നേതൃത്വവും കേന്ദ്രത്തിലെ BJP നേതൃത്വവും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിന്റെ ചുരുളഴിയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ ഇനി ഇങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരാണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ കേരളത്തിലെ BJPയുടെ മൗനം, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുരൂഹ സാഹചര്യത്തിലെ മരണം ഇപ്പോഴും അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്രയും വലിയൊരു കോടീശ്വരൻ എല്ലാം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും അന്വേഷണം നടക്കുന്നത്.